ആരോഗ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങി വീണ ജോർജ്. അതെ, കൃത്യമായും ആശാവർക്കർമാരുടെ സമരത്തിൽ വീണ ജോർജ് പറഞ്ഞ ചില വാക്കുകൾ ആശാവർക്കർമാരുടെ മനോവീര്യം കെടുത്തിയെന്ന് മാത്രമല്ല, സ്ത്രീ സമൂഹത്തിന് തന്നെ വലിയ രീതിയിൽ അപമാനം ഉളവാക്കുന്ന രീതിയിൽ. ഇവരാരും യഥാർത്ഥ ആശാവർക്കർമാരല്ല. യഥാർത്ഥ ആശാവർക്കർമാർ സമരഭൂമിയിലേക്ക് ഇറങ്ങില്ല. അവർ ആരോഗ്യ പരിപാലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വീണ ജോർജ് വലിയ തോതിൽ അവരെ കളിയാക്കുന്ന രീതിയിലും അവരുടെ ആത്മവീര്യം ചോർത്തുന്ന രീതിയിലും ഒക്കെ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി. ഇതോടുകൂടിയാണ് ഇപ്പോൾ അവർ സ്വയം പ്രതിരോധത്തിലായിരിക്കുന്നത്. ഇനി ഒരിക്കൽ കൂടി ആറന്മുളയിൽ അവരെ മത്സരിപ്പിക്കാൻ പാർട്ടി ഒരുക്കമായിരിക്കില്ല. കാരണം അത്രയേറെ ജനങ്ങൾ അവരെ വെറുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമാണ്. പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായി ഉദയഭാനു പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയുള്ളവരെ ഇനി CPIM ലേബലിൽ മത്സരിപ്പിച്ചാൽ പാർട്ടിയിൽ നിന്ന് ആരും പിന്തുണ കൊടുക്കില്ല എന്ന് തന്നെ കൃത്യമായി കട്ടായം പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി CPIM കണ്ണൂർ നേതാക്കളെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചവരാണ്. ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോഴൊക്കെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അതിശക്തമായി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഇരട്ടത്താപ്പിനെ കുറിച്ചും അവിടെ നടക്കുന്ന സ്വജനപക്ഷപാതത്തെക്കുറിച്ചും പൊളിച്ചടുക്കിക്കൊണ്ട് സാക്ഷാൽ ഉദയഭാനു തന്നെ രംഗത്തിറങ്ങിയതാണ്. അവിടെ മുൻ മന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനെ കൊണ്ടുവന്ന് നിർത്തി മത്സരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന് MV ഗോവിന്ദൻ അടക്കമുള്ളവർ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ കുത്തിപ്പറഞ്ഞതും ഉദയഭാനുവിനെ സംബന്ധിച്ചിടത്തോളം സഹിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. രാജു എബ്രഹാമിനെ ആയിരുന്നു അവിടെ സ്ഥാനാർത്ഥിയാക്കേണ്ടിയിരുന്നതെന്ന് കൂടി ഉദയഭാനു പാർട്ടി വേദിയിൽ തുറന്നടിച്ചത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള അസ്വാരസ്യത്തിന് കാരണമായി എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ CPIM ഏറ്റവും ദുർബലമായി കൊണ്ടിരിക്കുന്ന മേഖലയായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. നിലവിൽ അവിടെ MLA മാർ CPIM-നുണ്ട്. കോന്നി MLA ആയിട്ടുള്ള ജനീഷ് കുമാർ CPIM ആണ്. എന്നാൽ ജനീഷ് കുമാർ അടക്കമുള്ളവർ വീണ ജോർജിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. വീണ ജോർജ് പാർട്ടി നേതാവല്ല, എന്നിട്ടും അവരെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് സ്ഥിരം ക്ഷണിതാവാക്കിയത് എന്തിൻ്റെ പേരിലാണ് എന്നുള്ള രീതിയിൽ വലിയ ചോദ്യം വന്നിരിക്കുകയാണ്. സംസ്ഥാന കമ്മിറ്റിയിലേക്കോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്കോ എത്തിക്കാൻ വീണ ജോർജിന് എന്ത് രാഷ്ട്രീയ പാരമ്പര്യമാണുള്ളത്? ആകെ പള്ളിക്കാര്യവും അതുപോലെ ഓർത്തഡോക്സ് സഭയുടെ വലിയ തോതിലുള്ള ആധിപത്യവുമൊക്കെയാണ് അവർക്ക് ഇടതുപക്ഷത്ത് സ്ഥാനാർത്ഥിയാവാൻ ക്വാളിഫിക്കേഷൻ എങ്കിൽ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് KP ഉദയഭാനു തുറന്നടിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ഈ CPIM-ൻ്റെ ഇരട്ടത്താപ്പ് പൊളിഞ്ഞിരിക്കുകയാണ്. പലരോടും പല രീതിയിലുള്ള പെരുമാറ്റമാണ് CPIM നേതൃത്വം കണക്കാക്കുന്നത് എന്നുള്ളത് നേരത്തെ തന്നെ മുസ്ലിം ലീഗ് തുറന്നടിച്ച കാര്യമാണ്. അതൊന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുകയാണ്.